2 ഗ്ലാസ് അരി ഇട്ട് നമ്മൾ കലത്തിലിട്ട് ചോറ് വേകും 1 കലം ചോറ് നമുക്ക് കിട്ടുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ എത്ര അരി നമ്മുടെ കലത്തിലിടുന്നു, ഒരു ചോറ് എത്ര അരിയായി മാറും? ഒരു ചോറ് 1 അരിയായി മാറും, 2 അരിയായി മാറും. അങ്ങനെയല്ല, ഒരു അരി എത്ര പോണേ? 2 ഗ്ലാസ് അരി ഒരു ചോറായിട്ടല്ലേ മാറുന്നത്. അങ്ങനെയാണെങ്കിൽ അത്ര ആവൂല. അതാ പറയുന്നില്ല, 2 ഗ്ലാസ് അരി നമ്മൾ എത്ര അരി 2 ഗ്ലാസ് അരി ഉള്ളു. അതിനെ കഴുകി നമ്മളൊരു പിന്നെ കലത്തിലിട്ട് വേവിക്കുമ്പോ ഈ ചോറും ഒരുപാട് ചോറായി മാറും. അങ്ങനെയാണെങ്കിൽ ഒരു അരി എത്ര ചോറായി വരണത് കൊണ്ടാണ് നമുക്ക് കലം നിറച്ച് നീ അങ്ങനെയല്ല കലത്തിലേ 2 ഗ്ലാസ് അരി എടുത്ത് അത് കഴുകി നമ്മൾ ഒരു കലത്തിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ മൂട്ടിലാണ് അത് കിടക്കുന്നത്. തുപ്പിലേ ഉള്ളു. ഞാൻ പറയോ ആൻസർ എന്തെങ്കിലും പറ. തുപ്പിലേ ഉള്ളു. അത് പറയണേ, അവന്റെ ചോദ്യം പറയണ്ടേ? തുപ്പിലേ ഉള്ളു. അതിന് നമ്മൾ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അത് 1 കലം ചോറാവും. അങ്ങനെ ആ 1 കലം ചോറാവണമെന്നുണ്ടെങ്കിൽ ഒരരി എത്ര ചോറാവുമ്പോഴായിരിക്കും നമുക്ക് 1 കലം ചോറ് കിട്ടുന്നത്? ഒന്നാണ് ഈ മാത്സ് ഇത് എത്ര ഇതാകുമ്പോഴാണെങ്കിൽ നമുക്ക് ചോറ് തന്നത്. 2 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ എത്ര കലം ചോറ് കിട്ടുന്നത്? ചുമ്മാ ആൻസർ പറയാനാണ് ഞാൻ എനിക്ക് അറിഞ്ഞൂടെ നിങ്ങൾക്ക് 2 ഗ്ലാസ് അരി